ഓയ് ഗൈസ് വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കുന്നതുകൊണ്ട് കോഴിക്കോട് നമ്മൾ കറങ്ങിയിറങ്ങി ഇറങ്ങിയാണ്. അങ്ങനെ കോഴിക്കോട് എത്തി ഇവിടെ നാട്ടിൽ പരിപാടി നോക്കി നിൽക്കണ്. എന്താ ചെയ്യേണ്ട ഒരു പിടുത്തമില്ല. അപ്പോൾ ഈ രണ്ടെണ്ണം പറഞ്ഞ് എൻ്റെ മൂട്ടിലാണ് വന്നാൽ മതി, ബാക്കി ഞങ്ങൾ ഏറ്റായിരുന്നു. അപ്പം ഒന്ന് നോക്കിയിലാണ് ചെല്ലണേ. ഇവര് നേരെ കൊണ്ടുവന്നൊരു ചായ പിടിക്കണേ. രണ്ട് ചായ ഒരു കടി അടിച്ചിട്ട് പിന്നെ ഒന്നും നോക്കില്ല, ഒരു വിടലാണ് വിട്ടേ. എന്താണെന്നറിയില്ല, ക്യാമറ ഒന്ന് തിരിച്ചില്ല, ഒരു സുഖം കിട്ടണില്ല. അങ്ങനെ കുറെ തിരിച്ചും മറിച്ചും നോക്കിയപ്പോൾ നമ്മൾ സ്ഥലം എത്തിക്കണം കേട്ടോ. വേറെ അങ്ങോട്ടല്ല, കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് വരവ്. മുമ്പിൽ പ്രിന്റ് ഇട്ടെടുക്കണ ആ ബ്ലാക്ക് ടീഷർട്ട് ഉണ്ടല്ലേ, ചെക്കൻ്റെ പല്ലിന് ക്ലിപ്പഡ് ആയിട്ടാണ് അത്രേ. അങ്ങനെ പുള്ളി ക്യാമറയിൽ പല്ലടിത്തില്ല വാശിയിലാണ്. ചേക്കന് ക്യാമറ ഫിയർ ഉണ്ട് തോന്നുന്നത്, എന്താണെന്നറിയില്ല. ക്ലിപ്പ് കടയിലേക്ക് നേരെ അങ്ങോട്ട് ഇറങ്ങി. വേറെ അങ്ങോട്ടല്ല, മൂവി സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റിലുള്ള ടൈമിൽ മതി. ഏതാ പേര് എന്നാലും ഞങ്ങൾ ക്യാമറ തിരിക്കാൻ പറഞ്ഞില്ല, ഉള്ളിൽ കയറി തന്നെ തിരിച്ചെന്നെ ഒന്നും നോക്കിയില്ല. കയറിക്ക് ഫുൾ ആറ്റിറ്റ്യൂഡ്. മുടിയും പറഞ്ഞ് ഞാൻ വീഡിയോ എടുത്തോളാം, അജ്ജ് ആറ്റിറ്റ്യൂഡ് ഇട്ട് നടക്കായിരുന്നു. പിന്നെ ഫോൺ അവൻ്റെ കയ്യിൽ കൊടുത്ത് നമ്മളെ ആറ്റിറ്റ്യൂഡ് കൊണ്ട് തുടങ്ങി. മേലേക്ക് പോയി ഞങ്ങൾ പിന്നെ അടിക്കാൻ ഇറങ്ങി. വേറെ ഒന്നുമല്ല, ഇങ്ങനെ വീഡിയോ എടുക്കാനൊരു ആഗ്രഹം. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹമാണെങ്കിലും മൂന്നാളെയും കൂടെ വലിച്ചിടാനുള്ള അതിൻ്റെ ഒരു രസം. അങ്ങനെ കയറിയൊക്കെ 4 ടിക്കറ്റ് എടുത്ത് സിനിമക്കാണ് കയറി. വീരദൂര സൂര്യനോ വീരദൂര വീരനോ ഏതൊരു പടം ഏതെങ്കിലും നോക്കില്ല. അതിൻ്റെ മുമ്പൊരു സംഭവം ഇവിടെ ഉണ്ടായിരിക്കുന്നത്, കാണിച്ചരാ. ടിക്കറ്റ് എടുത്തപ്പോൾ ജീപ്പാണ് ക്യാഷ് അടിച്ചപ്പോൾ പൈസ പറഞ്ഞ വീരസൂര്യനാണ് ഈ കാണുന്നത് കേട്ടോ. ചേച്ചിക്ക് പിന്നെ ചിരി അടിച്ചൊക്കെ വിജയിച്ചു. അങ്ങനെ തിയേറ്ററിനുള്ളിൽ കയറിയാണ് ഞങ്ങൾ ക്യാമറ തിരിച്ചിട്ടോ. പക്ഷെ പൈസക്കാരനൊരു നാണം. അങ്ങനെ ഫടം കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് അടിക്കാൻ ഇറങ്ങി. പാരഗോണാണ് നോക്കിയത്, പക്ഷെ പെരും തിരക്കുന്നത് അവിടെ വിട്ടു. പിന്നെയും ഇബലെന്നെ പറഞ്ഞ് ഞങ്ങൾ മൂട്ടിലാണ് പോരി, ബാക്കി ഞങ്ങൾ ഏറ്റു. നടന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇബലെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് യാതൊരു പിടുത്തല്ല റബേ. പോയി ഞങ്ങൾ സൂഫി മന്തി കണ്ടു. സൂഫിനാണ് കയറി. സൂഫിൻ്റെ ഉള്ളൊക്കെ മോനെ സൂഫിയാളെ മാതിരി തന്നെ. അങ്ങനെ സൂഫിത്തെ 4 മന്തിയും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്കാണെങ്കിൽ വീട്ടിൽ നിന്ന് വെളിയും വരുന്നുണ്ട്. ഫുഡ് അടിച്ച് കഴിഞ്ഞപ്പോൾ ചെറുക്കന് ശുശു വയ്ക്കാൻ മുട്ടി. അപ്പം ഞങ്ങൾ ഇവിടെ തന്നെ ഓനെയും കാത്തിരുന്നു. പിന്നെ ഒന്നും നോക്കില്ല, മെയിൻ സ്പോട്ടായിട്ടുള്ള ബീച്ചൊക്കെ നടക്കൽ തുടങ്ങി. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ചെറുക്കന്മാർക്ക് കണ്ട് പിക്ക് എടുക്കണം പറഞ്ഞാൽ ഹഗ്ഗൻസ് പക്ക് കയറിയിട്ടാവും. ആൾക്കാരുണ്ട്, നമ്മൾ പിക്ക് അടിക്കില്ല. അങ്ങനെ ഓൻ്റെ വർത്താനം കണ്ട് നമ്മളവിടെ നിന്ന് പോകുന്നു. പിന്നെ കുറേ മാലാക്കന്മാരെ കണ്ടിട്ട് ചെക്കന്മാരെ സ്വർഗമാക്കി മാറ്റിയത്. അങ്ങനെ വൈകുന്നേരം മൊത്തം അവിടെ തീർത്താണ് നമ്മൾ വീട്ടിൽ പോണ കാഴ്ചയാണ് ഈ കാണുന്നത് കേട്ടോ. പോണ വൈക്കൊരു പെണ്ണിൻ്റെ മുഖത്ത് അറിയാതെ തന്നെ തട്ടി നമ്മളെ നാണക്കുട്ടൻ. ഓലാണെങ്കിൽ നമ്മളെ നേരെ ബാഗിലുണ്ട്. ചെക്കനോൻ്റെ തടി അയച്ചിലാക്കണം, വേഗം പോകണണ്ടില്ലേ. പോണ വൈക്ക് പെരുമായ ഒരു ഓട്ടോറിക്ഷ വിളിച്ച് രണ്ടാൾ ഉറങ്ങുകയും ചെയ്ത്. ഞാനാണ് നമ്മളെ നാളെക്കുട്ടൻ്റെ മടിയിൽ വെച്ചിരിക്കുകയാണ്. അല്ലാ, ഇത് മയത്തോടുന്ന സീനാട്ടോ. അങ്ങനെ നമ്മൾ ഇന്നത്തെ കോഴിക്കോടിലെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് തിരിച്ചു പോകണം. ബാക്കി പിന്നെ വരുന്നതെന്ന് വെച്ച് കാണാം.